മോഹൻ വർഗീസ്, പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു കംപ്ലീറ്റ് UDF ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു നാളെ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവായിരുന്ന നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിമാന പുരസ്സരം പറഞ്ഞത്. കംപ്ലീറ്റ് ക്യാബിനറ്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്നത് വലിയ അഭിമാനത്തോടു കൂടി പറയുകയാണ്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു ഈ സത്യപ്രതിജ്ഞയ്ക്ക് എല്ലാവരും ഉണ്ടാകണം, ഒന്നിച്ചായിരിക്കും സത്യപ്രതിജ്ഞ എന്ന പ്രഖ്യാപനം തന്നെ ഉണ്ടായത് ഈ തർക്കങ്ങൾ 2 ദിവസത്തിൽ കൂടുതൽ പോകരുത് എന്ന് മുന്നേറു കണ്ടിട്ടാണ് എന്ന്, അല്ലെങ്കിൽ അവിടെ പരിഹരിക്കാൻ കഴിയുന്നതായിരുന്നില്ല പ്രശ്നങ്ങൾ. ഏറ്റവും അവസാനം പോലും വെട്ടലുകളും തിരുത്തലുകളും വെട്ടിയെഴുതലുകളും ഉണ്ടായി. അതിൽ നിയുക്ത മുഖ്യമന്ത്രി തന്നെ കൃത്യമായി പറഞ്ഞു, പ്രിയപ്പെട്ടവർ അർഹതയുള്ളവരൊക്കെ പുറത്തു നിൽക്കുകയാണ് എന്നുള്ളത്. ക്യാബിനറ്റ് രൂപീകരണത്തിന്റെ ഈ 2 ദിവസത്തെ മാജിക്കിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും ലോങ് പ്രോസസ്, മുഖ്യമന്ത്രി സെലക്ഷനിൽ സംഭവിച്ച ദീർഘമായ പ്രക്രിയ, അതിനുശേഷം മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളുമായും സ്വന്തം സംഘടനയിലെ മറ്റ് നേതാക്കളുമായും സംസാരിച്ച് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിച്ചു. പക്ഷെ അപ്പോഴും ചില പഴുതുകൾ, ചില ന്യൂനതകൾ ഉണ്ട് എന്ന തുറന്ന സംസാരം VD സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അർഹതയുള്ള പലരും പുറത്തു നിൽക്കുന്നു. അർഹത കുറഞ്ഞവരെ അല്ല എടുത്തിരിക്കുന്നത്, പക്ഷേ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കത്തക്ക രീതിയിൽ ഒരു സോഷ്യൽ കോയലീഷൻ അല്ലെങ്കിൽ ഒരു റെയിൻബോ സംവിധാനം ഉണ്ടാവണമല്ലോ. അതാണല്ലോ മാധു ഈ UDFന്റെ ഒരു രീതിശാസ്ത്രം. അതിന് ചേരുന്ന രീതിയിൽ കാര്യമായ തർക്കങ്ങളൊന്നും പൊട്ടിത്തെറികളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് മന്ത്രിസഭയുടെ ശോഭ തീർച്ചയായും ഒരു പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ പുതുയുഗ പ്രതീക്ഷയോടുകൂടി നാളത്തെ സത്യപ്രതിജ്ഞയെ നമ്മൾ നോക്കിക്കാണാം. അപ്പോഴും ഇവിടെ 5ാം മന്ത്രി ലീഗിന് ഉണ്ടായിരിക്കുന്നു. അതൊരു രീതിയായിട്ട് മാറിയിരിക്കുന്നു. മുൻപ് ഒരു വൺ ടൈം ഓഫർ എന്ന നിലയിലാണ് 5ാം മന്ത്രി വന്നത്. ഇപ്പോൾ അത് 5ാം മന്ത്രി എന്നത് ഒരു ധാരണ, ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരു ചേഞ്ച്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഈ മുൻപ് LDFന്റെ മന്ത്രിസഭാ രൂപീകരണത്തെ വീതം വെപ്പ് എന്ന രൂപത്തിൽ പരിഹാസപൂർവ്വം കണ്ടിരുന്ന UDF ഇപ്പോൾ വീതം വെക്കാൻ നിർബന്ധിതമായിരിക്കുന്നു. ഒരു കോൺഗ്രസ് മന്ത്രി, 2 പേര് തമ്മിൽ വീതം, IC ബാലകൃഷ്ണനും KA തുളസിയും തമ്മിലുള്ള വീതം വെയ്പ് നടത്തിയിരിക്കുന്നു. അതുപോലെ ഘടകകക്ഷി മന്ത്രിമാർ, അതായത് കാപ്പന് 2ാം സ്ഥാനം, മാണി കാപ്പന് 2ാമത്തെ ഊഴവും ആദ്യം അനൂപ് ജേക്കബിന് ആദ്യ ഊഴവും എന്ന രീതിയിൽ അവിടെയും ഒരു വീതം വെപ്പ് നടത്തിയതുകൊണ്ടാണ് കോൺഗ്രസിന് 12ാമത്തെ മന്ത്രി, മുഖ്യമന്ത്രിക്ക് ഉപരിയായി 11 മന്ത്രിമാരും കൂടി ലഭിച്ചത്. അതുകൊണ്ട് മാത്രമാണ്. അതും നേരത്തെ പറഞ്ഞതിൽ നിന്നും വിഭിന്നമായ കാര്യമാണ്. എന്തിനാ മുസ്ലിം ലീഗ് പോലും ഒരു മന്ത്രിസ്ഥാനം 2.5 വർഷം വീതം വിഭജിച്ചു കൊടുക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. മുസ്ലിം ലീഗിന് ഒരുപക്ഷെ ചില ജില്ലകൾ, കോഴിക്കോട് ജില്ല, പാറക്കൽ അബ്ദുള്ള കോഴിക്കോട് ജില്ലയിൽ നിന്നും കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ 2ാം ഊഴത്തിൽ മാത്രമാണ്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും യഥാർത്ഥത്തിൽ പ്രതിനിധികൾ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ നിന്നും പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല. വയനാട് നിന്നുള്ള T സിദ്ദീഖിന് മാത്രമാണ് കോഴിക്കോടിന്റെ കൂടി പ്രാതിനിധ്യം വേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ ചില ഇംബാലൻസുകൾ മറ്റെല്ലാ ജില്ലകളും, ഇടുക്കി ജില്ലയ്ക്ക് പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ എല്ലാ ജില്ലകളെയും, ഒരുപക്ഷെ ചെറിയ ജില്ലയാണ് വയനാട്, ചെറിയ ജില്ലയാണ് ഇടുക്കി, ഇതൊക്കെ അംഗീകരിക്കുന്നു. പത്തനംതിട്ട ജില്ലയ്ക്ക് പ്രാതിനിധ്യം ഉണ്ടാവുന്നില്ല. അങ്ങനെ പല രീതിയിലും നോക്കുമ്പോൾ അസന്തുലിതാവസ്ഥ എന്നൊന്നും പറയാനില്ല. എങ്കിൽ പോലും ഈ പല ജിക്സോ കംപ്ലീറ്റ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന കോൺഗ്രസിന്റെ UDFന്റെ മുഖ്യമന്ത്രിയെ കാണുന്നു. അത് മാത്രമല്ല, ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന ചില കേന്ദ്രങ്ങളിലെങ്കിലും കോൺഗ്രസിന്റെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ KC വേണുഗോപാലിന് വളരെ വലിയ അപ്രമാദിത്വം ഉണ്ടായിരിക്കുന്നു. KC പക്ഷം എന്നൊക്കെ മാധ്യമങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഒരു പക്ഷമില്ല എന്നാണ് അതിൻ്റെതായ KC വേണുഗോപാൽ പറയുന്നത്. പക്ഷേ ഒരു പക്ഷമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ്. ഒരു മുഖ്യമന്ത്രിയുടെ പ്രോഗറ്റീവാണ് തന്റെ സഹപ്രവർത്തകരെ തെരഞ്ഞെടുക്കുക എന്നത്. അങ്ങനെയാണല്ലോ ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്യാബിനറ്റിൽ മുഖ്യമന്ത്രിയുടെ വാക്ക് അവസാന വാക്കാണ്. ക്യാബിനറ്റിലെ ഓരോ മന്ത്രിയും മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കണം. പക്ഷെ സ്വന്തമായി അഭിപ്രായം പറയണം. ആത്യന്തിക വാക്ക് മുഖ്യമന്ത്രിയുടേതാണ്. അത് ക്യാബിനറ്റ് രൂപീകരിച്ചതിന് ശേഷം. പക്ഷെ ക്യാബിനറ്റ് രൂപീകരിക്കുന്നതിന് മുൻപുള്ള ചർച്ചകളിൽ മുഖ്യമന്ത്രി ആഗ്രഹിച്ച 2-3 പേരുണ്ട്, തന്നെ പിന്തുണച്ച 2-3 പേരുണ്ട്. നിലവിൽ മുരളീധരൻ അല്ലാതെ മറ്റാരും തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇദ്ദേഹത്തെ VD സതീശനെ പ്രൊമോട്ട് ചെയ്ത അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തവരിൽ ഇല്ല. VD സതീശൻ ഗ്രൂപ്പ് എന്നൊന്നില്ല. പക്ഷേ മുരളീധരൻ പോലും പൂർണ്ണ അർത്ഥത്തിൽ VD പക്ഷം എന്ന് പറയാനുമില്ല. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ച വകുപ്പ് കിട്ടി. രമേശ് ചെന്നിത്തല ആഗ്രഹിച്ച 2 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതും ഇല്ല. അത് 2ാം സ്ഥാനത്തിന് വേണ്ടി ഒരു പക്ഷേ IC ബാലകൃഷ്ണനെ 2ാം ഊഴത്തിന് വേണ്ടി മാറ്റി നിർത്തുന്നു എന്നത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കോൺസലേഷൻ കൂടിയാണ്. വേണുഗോപാലിന്റെ താല്പര്യമനുസരിച്ച് ഉണ്ടായിരിക്കുന്നു എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്. ഇപ്പം OJ ജനീഷ് പ്രധാന
പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. മാത്രമല്ല ഒ ജെ ജനീഷിന് അദ്ദേഹത്തിന്റെ സർക്കിളിൽ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സർക്കിളിൽ വലിയ അഭിമതനാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സ്വാഭാവികമായും അദ്ദേഹം ഒരു ചോയ്സായി ഉയർന്നു വരികയും ചെയ്തത്. അദ്ദേഹം മോശമാണ് എന്ന അർത്ഥത്തിലല്ല, പക്ഷേ അപ്രതീക്ഷിതമാണ് മന്ത്രി പദവി ലബ്ധി എന്ന് പറയുന്നത്. അത് കെ സി വേണുഗോപാലിന്റെ താല്പര്യപ്രകാരം എന്ന നിലയ്ക്ക് തന്നെയാണോ അങ്ങ് കാണുന്നത്? ഇത് പ്രതീകാത്മകമാണ്. ഇത് കോൺഗ്രസ് പാർട്ടിയും മുഖ്യമന്ത്രിയും ഇതിനെ പ്രൊജക്ട് ചെയ്യുന്നത് മധു, ഇത് ഒരു പ്രതീകാത്മകമായ തീരുമാനം എന്ന രീതിയിലാണ്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മന്ത്രിസഭയിൽ വരുന്നത് ഒരു നല്ല സന്ദേശമായിരിക്കും. അതുപോലെ 3 വനിതകൾ, 2 പേര് മന്ത്രിസഭയിലും ഒരാൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കും വരുന്നത് ഹൈക്കമാൻഡിന്റെ കൂടെ ഒരു താല്പര്യപ്രകാരമാണ്. കാരണം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 2 പട്ടികജാതി വർഗ വിഭാഗത്തിൽ നിന്നും 2 മന്ത്രിമാർ, ഇതെല്ലാം കോൺഗ്രസിന്റെ കെയർ ഓഫിൽ തന്നെ കണ്ടെത്തേണ്ടതാണ്. ഈ 12 പേരിൽ നിന്നും കണ്ടെത്തേണ്ടതാണ്. അത് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായ ഈഴവ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം ലഭിക്കണം. അപ്പോൾ ഒ ജെ ജനീഷിന് അങ്ങനെയും ഒരു ആനുകൂല്യം അവിടെ ലഭിച്ചു എന്ന് യുവജന കപ്പാസിറ്റിയിലും അതുപോലെ കമ്മ്യൂണിറ്റി ബാലൻസ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും എല്ലാം തന്നെ അവിടെ ഒരുപക്ഷെ സ്വല്പമെങ്കിലും നിർഭാഗ്യമുണ്ടായത് ഷാനിമോൾ ഉസ്മാനാണ്. സീനിയർ കോൺഗ്രസ് നേതാവാണ്, മുൻ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയാണ്, 2 ടൈം MLA ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്യാബിനറ്റ് പദവി ലഭിച്ചിരുന്നു. തീർച്ചയായിട്ടും ക്യാബിനറ്റ് റാങ്കിൽ തന്നെയുള്ള ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒരു കോൺസലേഷൻ എന്ന രീതിയിൽ ഷാനിമോൾ ഉസ്മാൻ ലഭിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്നതിന് ചില വിട്ടുവീഴ്ചകൾ, പരമാവധി വിട്ടുവീഴ്ച ചെയ്തത് മുഖ്യമന്ത്രി വി ഡി സതീശനാണ് എന്ന് കാണാം. അതുകൊണ്ട് അദ്ദേഹം ദുർബലനാണ് എന്ന് പറയാനാവില്ല. കാരണം ജനങ്ങളുടെ അംഗീകാരം നേടിയ, ജനങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു എന്ന് പോലും പറയത്തക്ക രീതിയിലുള്ള ഉഗ്രമായ, ഉദ്വേഗജനകമായ, രോമാഞ്ചജനകമായ ഒരു പ്രോസസ്സിലൂടെയാണ് ഹൈക്കമാൻഡ് ആത്യന്തികമായ തീരുമാനമെടുത്തത്. അതുകൊണ്ട് ജനപക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ അവസാനം ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം മാറിമറിയും. ഇപ്പൊ കെ സി വേണുഗോപാൽ പക്ഷം എന്നൊക്കെ പറയുന്നത് നാളുകളിൽ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ, ഈ മന്ത്രിസഭയെ വെച്ച് മുന്നോട്ട് പോകാൻ, ധൈര്യമായി മാർച്ച് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് മാധു പ്രതീക്ഷ. Debate with Madhu Saji.